ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ വീണ്ടും പുതിയൊരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ത്രികോണമിതി, അംശബന്ധങ്ങൾ, ആ റേഷ്യോസ് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസവും നമ്മൾ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. ആ ടോപ്പിക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് നമുക്ക് മറ്റൊരു കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്കിന്ന് പരിചയപ്പെടാം. കുറച്ച് സൊല്യൂഷൻസ് ഇന്നെങ്ങനെയാണ് വേറെ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും, അതിനെ പരിഹരിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൈൻ, കോസ്, ടാൻ എന്നിവ ബന്ധപ്പെട്ട അതിൻ്റെ എന്താ പറയുക റെസിപ്രോക്കൽസും അതിൻ്റെ വിൽക്രമവും വെച്ചിട്ടുള്ള കണക്കുകളൊക്കെ ചെയ്തിരുന്നു. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്കൊന്ന് പഠിക്കാം, എങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്നാണ്. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഫിഗർ വരയ്ക്കുകയാണ്. ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വിട്ടുപോയത് പൂരിപ്പിക്കാനൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് ഈ ഫിഗർ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ സൈഡ് അതിൻ്റെ വശങ്ങളുടെ നീളം കാണാനൊക്കെ അതിങ്ങനെ പറയാറുണ്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഒന്നാമത് ഞാനിവിടെ ഒരു ഫിഗർ വരയ്ക്കുകയാണ്. ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാം. PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. വിച്ച് ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് Q എന്ന് പറയുന്ന കോണാണ് ഇവിടെ മട്ടകോൺ 90 ഡിഗ്രി ആംഗിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാണ് ആംഗിൾ R മാർക്ക് ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ടാൻ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ R എന്ന് പറയുന്ന ആംഗിൾ ആണ്. അത് ടാൻ, കോസ്, സൈൻ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഞാനിവിടെ ചോദിക്കുകയാണ്, വാട്ട് ഈസ് സൈൻ R? ഇതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഈ സൈഡ്സ് നമുക്ക് വേറെ മെഷർമെന്റ് ഒന്നും തന്നിട്ടില്ല, അളവുകളൊന്നും തന്നിട്ടില്ല. വെറുതെ നമുക്കൊന്ന് അത് ഏത് ആണ് ആ സൈഡുകളൊന്ന് ബന്ധപ്പെടുത്തി എഴുതാൻ വേണ്ടി മാത്രം. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് നമ്മളെങ്ങനെ ചെയ്യും? പെട്ടെന്ന് നമുക്ക് പറയുമ്പോൾ സൈൻ R എന്താണത് അറിയില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ ഒന്ന് ആലോചിക്കാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. R എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സൈൻ R എന്ന്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതാണ് സൈനിന്റെ ഇക്വേഷൻ. നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം ആണല്ലോ. അപ്പൊ നമുക്ക് സൈൻ R എങ്ങനെ കണ്ടുപിടിക്കും? Therefore സൈൻ R is equal to, ഇങ്ങനെയാണ് ഇതാ ഓപ്പോസിറ്റ് സൈഡ്. അതിന്റെ പേര് കൊടുക്കുക. തന്നിരിക്കുന്ന അളവാണെങ്കിൽ അളവ് കൊടുക്കുക, പേരാണെങ്കിൽ പേര്. ഇവിടെ ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ് അബൌട്ട് ദ മെഷർമെന്റ്, നമുക്ക് അളവുകളെ കുറിച്ച് യാതൊന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സൈഡ് എഴുതിയാൽ മതി. ഓപ്പോസിറ്റ് സൈഡ് ഈസ് PQ എന്ന് പറയുന്നതാണ് എതിർവശം. ഇത് എതിർവശം, ഓപ്പോസിറ്റ് സൈഡ് ആണ്. ദിസ് ഈസ് ഹൈപ്പോട്ടന്യൂസ്, ഇത് അഡ്ജസന്റ് സൈഡ്. ഇത് കർണം, ഇത് സമീപ വശം ആണ്. അപ്പൊ PQ ബൈ ഏതാണ്? കർണം എന്ന് പറയുന്നത്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഏതാണ്? PR ആണ്. അപ്പൊ നമ്മളോട് സൈൻ R ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. സൈൻ R is equal to PQ by PR. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കോസ് R എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസന്റ് ആണ്. അപ്പൊ ആദ്യം എഴുതേണ്ടത് RQ അല്ലെങ്കിൽ QR ബൈ ഹൈപ്പോട്ടന്യൂസ്, അത് തന്നെയാണ് PR. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വീണ്ടും ടാൻ R നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ടാനിന്റെ വാല്യൂ നമുക്കറിയാം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. എതിർവശം ബൈ സമീപവശമാണ്. അപ്പൊ എതിർവശം എഴുതണം. ദാറ്റ് ഈസ് PQ ബൈ സമീപവശം, അതായത് അഡ്ജസന്റ് സൈഡ് ആണ് QR അല്ലെങ്കിൽ RQ എന്ന് പറയുന്നത്. കണ്ടല്ലോ? അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ, അതായത് ഒരു ഫിഗർ നമുക്ക് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തന്നിരിക്കുന്ന ആംഗിളുമായി ബേസ് ചെയ്ത് സൈൻ, കോസ്, ടാൻ എന്നിവയുടെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറയാറുണ്ട്. കണ്ടല്ലോ? അപ്പൊ അതിപ്പോ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ നേരെ തിരിച്ച് ഇനി ഇതിന്റെ തന്നെ കൊസീക്ക്, സീക്ക്, കോട്ട് ഒക്കെ ചോദിക്കുകയാണെങ്കിലോ, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിന്റെ വിൽക്രമാണ് ഓരോന്നിന്റെ. സൈനിന്റേതാണ് കൊസീക്ക്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്താലോ? കൊസീക്ക് R എന്ന് പറയുമ്പോൾ ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അതായത് കർണം ബൈ എതിർവശമാണ്. കർണമാണ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് കർണം PR ആണ്. PR ബൈ ഓപ്പോസിറ്റ് സൈഡ് PQ ആണ്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഒന്നിന്റെ വിൽക്രമമാണ്, ഒന്നിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ സൈൻ എന്താണോ നമ്മൾ എഴുതിയിരിക്കുന്നത്, സൈനിന്റെ വാല്യൂ എന്താണോ, വാല്യൂ ആയിക്കോട്ടെ, അതിന്റെ സൈഡ് ആയിക്കോട്ടെ, മെൻഷൻ ചെയ്തിരിക്കുന്ന സൈഡിന്റെ എൻഡ് പോയിന്റുകളായിരിക്കും ചിലപ്പോൾ എഴുതിയിരിക്കും. ഇവിടെ എൻഡ് പോയിന്റ് ഉള്ളൂ, കാരണം നമുക്ക് ഇവിടെ മെഷർമെന്റ് തന്നില്ല. ഇങ്ങനെ ചോദിച്ചാൽ
ചോദിച്ചാൽ അതെങ്ങനെ എഴുതും? ഇപ്പൊ സൈൻ ആർ ഒരു ഫിഗർ എന്നിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, ഫിഗർ തന്നിട്ട് ചോദിക്കണം വാട്ട് ഈസ് ദ സൈൻ ആർ ഇസ് ഈക്വൽ ടു ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ ആർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡിന്റെ പേര് എഴുതാം, ഹൈപ്പോട്ടന്യൂസിന്റെ പേര് എഴുതാം. അത് കോസ് ആണെങ്കിലോ ടാൻ ആണെങ്കിലോ അതുപോലെ എഴുതാം. ഇപ്പൊ ഇവിടെ കോസ് ആർ ആണ് ആർ ക്യൂ അല്ലെങ്കിൽ ക്യു ആർ ബൈ പി ആർ ആണ്. ഞാനിവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതിന്റെ വിൽക്രമമായ സീക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? പി ആർ ബൈ ആർ ക്യൂ, പി ആർ ബൈ ആർ ക്യൂ ആണ് അതിന്റെ വിൽക്രമമായിട്ട് വരാം. ഇതിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ ആണ്. ക്യു ആർ ക്യൂ അടിയിൽ വന്നു, പി ആർ മുകളിലേക്ക് പോയി. അടുത്തത് കോട്ട് ആർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിന്റെ നേരെ വിൽക്രമാണ്. അപ്പൊ പി ക്യു അടിയിൽ വരണം, പി ക്യു മുകളിൽ ഏതാണ്? ആർ ക്യൂ, മുകളിൽ ആർ ക്യൂ ആണ്. അതായത് അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്, ഇവിടെ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അതിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്, അതുകൊണ്ട് തന്നെ അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ ഈ ഒരു ഫിഗർ തന്നിട്ട് ആ ഫിഗറുമായി ബന്ധപ്പെട്ട് കോസ്, സൈൻ, ടാൻ, അതുപോലെ അതിന്റെ റെസിപ്രോക്കൽസ് കൊസീക്ക്, സീക്ക്, കോട്ട് ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അതും ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഫിഗർ വരച്ച് നമ്മൾ തന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ചോദ്യം ഇതാണ്. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 meter from a tree sees the top of the tree at an angle of elevation 40 degree. The height of man is 1.7 meter. Find the height of tree. തന്നിരിക്കുന്നതിൽ ടാൻ 40ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എല്ലാ വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ തരും. സൈൻ, കോസ്, ടാൻ ഒക്കെ തരും. നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണോ ആവശ്യമുള്ളത് അതാണ് എടുത്ത് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമായതുകൊണ്ട് ടാൻ്റെ വാല്യൂ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് ടേബിളിൽ നിന്ന് തന്നിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ചോദ്യം. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 meter ഫ്രം എ ട്രീ. ഒരു മരത്തിന്റെ അടുത്ത് നിന്ന് 10 മീറ്റർ അകലെയായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു മരം ഇവിടെയാണെന്ന് വിചാരിക്കുക. 10 മീറ്റർ അകലെയായി ഒരാൾ നിൽക്കുന്നു. ഇതാണ് 10 മീറ്റർ അകലെയായിട്ട് ഒരാൾ നിൽക്കുന്നു. ആൻഡ് ദ ഹൈറ്റ് ഓഫ് മാൻ ഈസ് ഗിവൺ 1.7 മീറ്റർ. ഇയാളുടെ ഉയരം നമുക്ക് തന്നിട്ടുണ്ട് 1.7 മീറ്റർ ആണ്. ഇയാള് ഈ മരത്തിന്റെ മുകൾ ഭാഗം ടോപ്പ് ഓഫ് ദ ട്രീ ആണ് അത് കാണുന്നത്. 40 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിലാണ്. 40 ഡിഗ്രി മേൽക്കോണിൽ ഈ മരത്തിന്റെ മുകൾ ഭാഗം അദ്ദേഹം കാണുന്നു. എങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ? നമുക്ക് കാണേണ്ടത് മരത്തിന്റെ ഉയരമാണ്. മരത്തിന്റെ ഉയരം എന്ന് പറയുമ്പോൾ ഇതാണ് മരം. TR എന്ന് ഞാൻ ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്. TR ഇവിടെ കൊടുക്കാം. ഇവിടെ ഇ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ഇ കൂടി ഞാൻ കൊടുക്കുകയാണ്. ഈ 10 മീറ്റർ എന്ന് പറയുന്നത് ഇവിടെയും അത് 10 മീറ്റർ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ എഴുതുമ്പോൾ ഇതിങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റെക്ടാങ്കിൾ ഷേപ്പ്. അത് എന്തുകൊണ്ടാണ് റെക്ടാങ്കിൾ ഷേപ്പ് വന്നതെന്ന് വെച്ചാൽ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ട്രീ ഇങ്ങനെ പെർപെൻഡിക്കുലർ ലംബമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത്രയും ഭാഗം ആളുടെ ഭാഗം തന്നെ ഇവിടെ ട്രീയുടെ ഒരു ഭാഗം നമുക്ക് 1.7 മീറ്റർ മാർക്ക് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് നമുക്ക് താഴെ ആ 10 മീറ്ററിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു വരയും അതുപോലെ തന്നെ ആളുടെ ഉയരത്തിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഹൈറ്റ് ട്രീയുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ വി ഗോട്ട് എ റെക്ടാങ്കിൾ. നമുക്ക് ഒരു ചതുരത്തിന്റെ രൂപം കിട്ടി. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് റെക്ടാങ്കിൾ ആർ ഈക്വൽ. നമുക്കറിയാലോ അല്ലെ, ഒരു ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ്. അപ്പൊ ഇവിടെ 10, ഇവിടെ 10 മീറ്റർ, 1.7, ഇവിടെയും 1.7. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് TR, അതായത് മരത്തിന്റെ ആ ഉയരം. ഒരു ഭാഗം നമുക്ക് ഓൾറെഡി 1.7 ഉണ്ട്, ബാക്കിയുള്ള ഭാഗം നമ്മൾ കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ മരത്തിന്റെ ഉയരം കിട്ടുമ്പോൾ നമ്മൾക്ക് ഇതിന്റെ ഒരു ഭാഗമേ കിട്ടുള്ളൂ. അതിന്റെ ഒപ്പം തന്നെ ഈ 1.7 മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു ദ ഹൈറ്റ് ഓഫ് മാൻ, അയാളുടെ ഉയരത്തിന് ഈക്വൽ ആയിട്ടുള്ള ഒരു 1.7 കൂടി ആ കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഏതാന്ന് നോക്കുക. ടാൻ നമുക്ക് തന്നിരിക്കുന്നത് 40 ഡിഗ്രി ഇവിടെയാണ്. ഓപ്പോസിറ്റ് സൈഡ് എതിർവശം നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് TR അല്ലെ. അഡ്ജസന്റ് സൈഡ് നമുക്കുണ്ട്, സമീപവശം ഉണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് ഉപയോഗിക്കേണ്ടത്? അതിനാണ് നമുക്ക്
ടാനിന്റെ വാല്യൂ തന്നിരിക്കുന്നത്. ടാൻ ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് tan 40 is equal to opposite side by adjacent side ആണ്, എതിർവശം ബൈ സമീപവശം. അതിന് നമുക്ക് tan 40ന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.8391 is equal to opposite side. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ ഭാഗം അല്ലെ. ഈ ഒരു ത്രികോണം ബന്ധപ്പെടുത്തുമ്പോൾ നോക്കുക, ഇവിടെ 90 ഡിഗ്രി, ഇത് 40 ഡിഗ്രി, ഇവിടെ ഒരു ആംഗിൾ ഇല്ല. നമുക്ക് 40 ഡിഗ്രി ബേസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡ് TR മാത്രം എടുത്താൽ മതി. ഇത്രയും വരെ ഇല്ല, കാരണം 40 ഡിഗ്രി വരുന്നത് എവിടെയെന്ന് നോക്കുക. 40 ഡിഗ്രി എടുക്കുന്നിടത്ത് നിന്നാണ് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യേണ്ടത്. 40 ഡിഗ്രി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതാണ് 90 ഡിഗ്രി. അപ്പൊ 40 ഡിഗ്രിയുടെ ആ ഭാഗത്ത് മാത്രം, ഇവിടം വരെ എടുക്കില്ല. TE അല്ല TR ആണ് നമുക്ക് വേണ്ടത്, ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ TR ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നു അവിടെ, കാരണം അത് തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ബൈ അഡ്ജസന്റ് സൈഡ് ദാറ്റ് ഈസ് 10 മീറ്റർ, 10 മീറ്റർ ആണ് അഡ്ജസന്റ് വന്നിരിക്കുന്നത്, അത് 10 മീറ്റർ അടയാളപ്പെടുത്തുന്നു. therefore TR കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 × 0.831, ദാറ്റ് ഈസ് 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഒരു സ്ഥാനം ഡിജിറ്റ് എന്ത് ചെയ്താൽ മതി, ഡെസിമൽ മാറ്റിയാൽ മതി. ഗുണിക്കാനൊന്നുമില്ല, 10 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഡെസിമൽ പാർട്ടിൽ നിന്ന് ഒരു പോയിന്റ് വലത്തോട്ടേക്ക് ചാടിക്കാം. ആൻസർ 8.391. ഓർ നമുക്കത് റൗണ്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു ഡെസിമൽ കഴിഞ്ഞ് ഒരു പോയിന്റ് ഒക്കെ എടുത്താൽ മതിയെങ്കിൽ ലാസ്റ്റത്തെ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന്, സംഖ്യയിൽ നിന്ന് ഒരു 1, 5 5ൽ കൂടുതലോ ആണെങ്കിൽ ഒരു 1 എടുത്ത് ഇപ്പുറത്ത് ആഡ് ചെയ്യാം. അപ്പൊ 8.4 മീറ്റർ. 8.4 മീറ്റർ എന്താണ്, TR ആണ് നമുക്ക് കിട്ടിയല്ലേ. TR ആണ്, വിച്ച് ഈസ് നോട്ട് ദ ആക്ച്വൽ ഹൈറ്റ് ഓഫ് ട്രീ. മരത്തിന്റെ ശരിക്കുള്ള ഉയരമാണോ ആ തന്നിരിക്കുന്ന 8.4 എന്ന് പറയുന്നത്? അല്ല. അപ്പൊ therefore മരത്തിന്റെ ഉയരം, ശരിയായ ഉയരം കാണണമെങ്കിൽ മരത്തിന്റെ ഉയരം കാണാൻ ഹൈറ്റ് ഓഫ് ട്രീ ഈസ് ഈക്വൽ ടു 8.4ന്റെ കൂടെ പ്ലസ് അയാളുടെ ഉയരമായ 1.7 ഈക്വൽ ആയിട്ട് ഈ മരത്തിന്റെ ഒരു ഭാഗം കൂടി വന്നിരിക്കുന്നതുകൊണ്ട് അത് രണ്ടും കൂടിയാണ് കൂട്ടേണ്ടത്. 8.4 1.7. ഇനിയും ദശാംശ സംഖ്യകൾ എടുത്ത് എഴുതി കൂട്ടാൻ അറിയില്ലാത്തവർ ശ്രദ്ധിച്ച് ചെയ്യുക. പോയിന്റ് നേരെ അടിയിലായിട്ട് വരണം. പോയിന്റ് എത്ര പോയിന്റുള്ള സംഖ്യ ഉണ്ടെങ്കിലും കറക്റ്റ് ഡെസിമൽ ഭാഗം കറക്റ്റ് ആയിട്ട് അത് ഒരേ ലെവലിൽ തന്നെ എഴുതണം. അപ്പൊ 1.7 ഇവിടെയാണ് ഇതാ. 7 4 കൂട്ടിക്കഴിഞ്ഞാൽ 11, ബാലൻസ് 1 ഇവിടെ കൊടുത്തു. 8 1 9 1 10, 10.1 മീറ്റർ ആണ് എന്തിന്റെ ഹൈറ്റ് ഓഫ് ട്രീ, മരത്തിന്റെ ഉയരം നമുക്ക് കിട്ടാം. കണ്ടല്ലോ. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഫിഗർ ഇവിടെ വരച്ചു. ഫിഗർ നോക്കുക. ഫിഗർ ശ്രദ്ധിച്ചാണ് നമ്മൾ ഇത് കണക്ക് ചെയ്യേണ്ടത്. കിട്ടിയല്ലോ. ഒരു ആള് മരത്തിന്റെ ചുവട്ടിൽ നിന്നും 10 മീറ്റർ അകലെ നിന്നിട്ട് ഒരു മരത്തിന്റെ അയാൾ ആ പറഞ്ഞിരിക്കുന്ന മരത്തിന്റെ ചോട്ടിൽ നിന്ന് എത്ര അകലത്തിലാണ്, 10 മീറ്റർ അകലത്തിൽ നിന്നിട്ട് അതേ മരത്തിന്റെ മുകളിലേക്കാണ് നോക്കിയത്. അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ 40 ഡിഗ്രി, 40 ഡിഗ്രി മേൽക്കോണിലാണ് നോക്കിയത്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ മരവും ആളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ നമുക്ക് തന്നിരുന്നു. അതിവിടെ നമ്മൾ കൊടുത്തു. 40 ഡിഗ്രീനെ ബേസ് ചെയ്ത് ആ മരത്തിന്റെ ഒരു ഭാഗമായ TR, TE ആണ് മൊത്തം മരത്തിന്റെ നീളം. പക്ഷെ TR എന്ന് പറയുന്ന അളവ് നമ്മൾ കണ്ടുപിടിച്ചു. അക്കോർഡിംഗ് ടു tan 40, tan 40 എന്ന് പറയുന്ന വാല്യൂമായി ബന്ധപ്പെടുത്തി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം ഉപയോഗിച്ച് നമ്മൾ മരത്തിന്റെ ഒരു ഭാഗമായ TR കണ്ടുപിടിച്ചു. therefore മരത്തിന്റെ ഉയരമായ TE, അതാണ് മരത്തിന്റെ ഉയരം അല്ലെ. TE ആണ് മരത്തിന്റെ ഉയരം. അത് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ കിട്ടിയ ഉത്തരവും ആ 1.7 കൂടി ആഡ് ചെയ്ത് എഴുതി. കിട്ടിയല്ലോ. അപ്പൊ ഇത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ഓഫ് ഹൈറ്റ് 1.8 meter standing on the top of a lighthouse of 25 meter sees a ship at an angle of depression 35 degree. What is the distance between ship and lighthouse?
ഇവിടെ നമുക്ക് tan 35ന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. tan 35 ഡിഗ്രി സമം 0.7002 തന്നിരിക്കുന്ന വാല്യൂ ടാനിൻ്റെതാണ്. നോക്കുക, ചോദ്യം ഇതാണ്. എ മാൻ ഓഫ് ഹൈറ്റ് 1.8 meter standing on the top of a lighthouse of 25 meter sees a ship at an angle of depression 35 degree. What is the distance between the ship and the lighthouse? ഒരാള് അദ്ദേഹത്തിന്റെ ഉയരം തന്നിട്ടുണ്ട്, 1.8 meter ആണ്. സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ്, ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിലാണ് കയറി അയാൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉയരം 1.8 meter ആണ്. ലൈറ്റ് ഹൗസിന്റെ നീളവും അതായത് ഉയരവും നമുക്ക് തന്നിട്ടുണ്ട് 25 meter. സീസ് എ ഷിപ്പ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ, താഴോട്ടേക്കാണ് ഷിപ്പ്. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കടലിലുള്ള ഷിപ്പിനെ ആയിരിക്കും അത് കാണുക. അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 35 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്പ് ആൻഡ് ദ ലൈറ്റ് ഹൗസ്? അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫിഗർ വരയ്ക്കണം. അപ്പൊ ലൈറ്റ് ഹൗസിന്റെ ഇതാണ് നമുക്ക് റിവർ എന്ന് വിചാരിക്കാം. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇയാൾ എന്നിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇയാളുടെ ശരിക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെ. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ്, ഈ ലൈൻ ഓഫ് സൈറ്റ് നേരെയാണ്. അതിൽ നിന്ന് വ്യതിചലിച്ച് അദ്ദേഹം ഇങ്ങനെ ഇവിടെയാണ് അദ്ദേഹം ഷിപ്പിനെ കാണുക. ഇറ്റ് ഈസ് ആൻ ആംഗിൾ ഓഫ് എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്ര ഡിഗ്രിയാ? 35 ഡിഗ്രി ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് 1.8 meter ആണ് അദ്ദേഹത്തിന്റെ ഉയരം. 1.8 meter തന്നിട്ടുണ്ട്. ലൈറ്റ് ഹൗസിന്റെ ഉയരം 25 meter തന്നിട്ടുണ്ട്. നോക്കാം, 1.8 meter ഹൈറ്റ് ഓഫ് മാൻ ആണ്. മുകളിൽ കയറി നിൽക്കുന്ന ആളുടെ ഉയരമാണ്. 25 meter എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസിന്റെ ഉയരവുമാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു രൂപം, ഒരു ഫിഗർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു റഫ് സ്കെച്ചാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് tan 35 ആണ്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്പ് ആൻഡ് ദ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസും ഷിപ്പും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ഇവിടെ ABCD എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ വേറെ ഒരു വരം കൂടി വേണമെങ്കിൽ വരയ്ക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നിർബന്ധമില്ല വരയ്ക്കണമെന്ന്. അപ്പൊ നമുക്ക് അവിടെ അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു സൈഡ് ഏതായാലും തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈഡിനെ ബേസ് ചെയ്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് സൈഡ് തരാത്തതാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 35 ഡിഗ്രി ഇവിടെയാണ് കിടക്കുന്നത്. ഈ 35 ഡിഗ്രിയിലേക്ക് നമ്മൾ യോജിപ്പിച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് വരും. പക്ഷെ നമുക്ക് അവിടെ ഒരു ആംഗിള് അല്ലെങ്കിൽ ഒരു സൈഡ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് തന്നിട്ടില്ല. നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചും വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കിയേ, ഇവിടെ ഈ ഒരു ആംഗിള് 35 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ പണ്ട് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു ആൾട്ടർനേറ്റ് ആംഗിൾ നമുക്ക് ദേ ഇവിടെ കാണാൻ സാധിക്കും. അത് എത്ര ഡിഗ്രിയാണ്? 35 ഡിഗ്രിയാണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ്, അതായത് when two parallel lines are cut by a transverse, രണ്ട് സമാന്തര രേഖകൾ ഒരു രേഖ കൊണ്ട് ഒരു ട്രാൻസ്വേഴ്സൽ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയാ ഏകാന്തര കോണുകളും ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതായത് ഒരു ആംഗിൾ വിട്ടിട്ടുള്ളത് ഇവിടെയും ഇവിടെയും ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് എക്സ് ഡിഗ്രി ഇവിടെയും എക്സ് ഡിഗ്രി ആയിരിക്കും. ഇത് വൈ ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും വൈ ഡിഗ്രി ആയിരിക്കും. ഇത് പണ്ടൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ. അപ്പൊ ഇത് 35 ഡിഗ്രി ആണെങ്കിൽ ഇതും 35 ഡിഗ്രിയാണ്. അപ്പൊ ഈ 35 ഡിഗ്രീനെ ബേസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡാണ് ഇത്, എതിർവശമാണ് നമ്മുടെ ഏത് ആ ആളും ലൈറ്റ് ഹൗസും തമ്മിൽ തന്നിരിക്കുന്ന ഹൈറ്റ്. മൊത്തം ആ രണ്ടും കൂടി എത്രയുണ്ട്? അപ്പൊ നമുക്ക് BD എന്ന് പറയുന്ന ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ BD ഈസ് ദ ടോട്ടൽ ലെങ്ത്. ഈ സൈഡിന്റെ ഈ 90 ഡിഗ്രിയുടെ മുകളിലെ പെർപെൻഡിക്കുലർ സൈഡ്, പെർപെൻഡിക്കുലർ ആയിട്ട് പോയിരിക്കുന്ന ആ വശം BD എന്ന് പറയുന്ന വശം 1.8ഉം 25ഉം കൂടി ചേർന്നതാണ്. 25 പ്ലസ് നമുക്ക് വേണമെങ്കിൽ ആ സൈഡായിട്ടൊന്നും അങ്ങോട്ട് എഴുതാം. BC പ്ലസ് CD ആണ് BD എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 25 പ്ലസ് 1.8 26.8 മീറ്റർ ടോട്ടൽ. ഈ ഒരു സൈഡ് നമുക്ക് ടോട്ടൽ 26.8 മീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഓൾറെഡി നമുക്ക് കിട്ടി. ഓപ്പോസിറ്റ് സൈഡ് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് വശമാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്പ് ആൻഡ് ലൈറ്റ് ഹൗസ്. ഷിപ്പ് ഇവിടെ, ലൈറ്റ് ഹൗസിന്റെ ചുവട് ഇവിടെയാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അതായത് അഡ്ജസന്റ് സൈഡ് കാണണം, സമീപവശം നമുക്ക് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് സൈഡ് കാണണമല്ലോ, അതിനാണ് നമുക്ക് ഇവിടെ tan 35ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 0.7002 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിവിടെ കൊടുക്കാം. tan 35 is equal to ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. tan 35ന്റെ വില 0.7002 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഓൾറെഡി ഉണ്ട്
35നെ ബേസ് ചെയ്ത് ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് ആണ് കേട്ടോ, അത് മറക്കരുത്. ഈ 35 അല്ല നമ്മൾ എടുത്തേക്കണം, അത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കായിരുന്നു. പക്ഷെ നമ്മൾ ഈ രീതിയിൽ തന്നെ ഒരു കാര്യം കൂടി പുതിയതായിട്ട് ഓർത്തെടുത്തു, ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിട്ട് ഇവിടെ നമ്മൾ ഇതിനെ 35 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.8 + 25 അങ്ങനെ 26.8 നമുക്ക് തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ 26.8 ഓപ്പോസിറ്റ് സൈഡിൽ കൊടുക്കുന്നു. എതിർവശം സമീപവശം നമുക്കറിയില്ല, ദാറ്റ് ഈസ് എ ബി ഞാൻ ഇവിടെ കൊടുക്കാണ്. അപ്പൊ therefore നമുക്ക് എ ബി ആണ് കാണേണ്ടത്. എ ബിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ നമ്മൾ 0.7002 നമുക്ക് താഴേക്കും കൊണ്ടുവരണം. 26.8 / 0.7002. കാരണം എ ബി ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷന് കിടക്കുന്ന വാല്യൂ ഇവിടെ എ ബി ആണ്. അപ്പൊ എ ബിനെ അങ്ങോട്ട് കൊടുത്തു, അവിടെ കിടന്ന വാല്യൂവിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അതൊരു ഡിവിഷനായി. 26.8നെ 0.7002 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഈ പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്പ് ആൻഡ് ദ ലൈറ്റ് ഹൗസ് കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെ ഹരിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ഇവിടെ ഒരു ഡെസിമൽ ഭാഗമുണ്ട്. നോക്കാം, രണ്ടിലും അംശത്തിലും ഛേദത്തിലും ഡെസിമൽ ഉണ്ട്. ഡെസിമൽ കളയണം അല്ലെ, ദശാംശം കളയാനായിട്ട് നമ്മൾ 0, അതായത് 10ന്റെ പവേഴ്സ് ആയിട്ടുള്ള സംഖ്യകൾ കൊണ്ട് ഗുണിക്കും. ഇവിടെ 4 ഡെസിമലാണ് മാറ്റേണ്ടത്. 4 ഡെസിമലാണ് മാറ്റേണ്ടത്. അതാണ് കൂടുതൽ. മുകളിൽ ഒരൊറ്റ ഡെസിമലേ ഉള്ളൂ. അപ്പൊ 4 ഡെസിമൽ മാറ്റണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 10,000 കൊണ്ട്. അതായത് 4 പൂജ്യമുള്ള 10,000 കൊണ്ട് അടിയിലും മുകളിലും ഗുണിക്കാം. 4 പൂജ്യമുള്ള 10,000 കൊണ്ട് ഗുണിച്ചാൽ എ ബി ഈക്വൽ ടു ഇവിടെ കിടക്കട്ടെ, നേരത്തെ ചെയ്തതാണ്. എ ബി ഇസ് ഈക്വൽ ടു 26.8 എന്ന് പറയുമ്പോൾ ഒരു 0 കൊണ്ട് 0.8 മാറി, ബാക്കി 3 0 കൊണ്ട് അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നു. ബൈ ഇതിന്റെ മൊത്തം ഡെസിമൽ മാറുന്നു, 7002 ആകുന്നു. ആ ഡെസിമൽ കളയാനാണല്ലോ 10,000 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾറെഡി അതിന്റെ ഡെസിമൽ ഭാഗം പോകുന്നു. ഇനി നമുക്ക് എ ബി കിട്ടണമെങ്കിൽ 26,800 2,68,000നെ 7,002 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എ ബിന്റെ അളവ് കിട്ടും. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്പ് ആൻഡ് ദ ലൈറ്റ് ഹൗസ്. അപ്പൊ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമെങ്കിലും നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. 26,830 ഇവിടെ കൊടുക്കാം. 7,002 നമുക്ക് ഇവിടെ കൊടുക്കാം. 7,002 കൃത്യമായിട്ട് പോകില്ലെങ്കിലും 3 ടൈംസ് 3 പ്രാവശ്യം പോകും. 3 പ്രാവശ്യം പോകുമ്പോൾ 21,006. 3 × 2 6, പിന്നെ 2 പൂജ്യങ്ങളാണ് ഇട്ടു. 3 × 7 21 ചെയ്തല്ലോ. 21,006 കിട്ടുന്നു. നമുക്കിതൊന്ന് കുറച്ച് എഴുതാം. 10 ആണ്. 10 ൽ 6 പോയാൽ 4. ബാക്കി ഇവിടെ 9 ഉള്ളൂ. 9 ഇറക്കി എഴുതുന്നു, 8 ഇറക്കി എഴുതുന്നു, 5 ഇറക്കി എഴുതുന്നു. 5,808 ഇറക്കി എഴുതുന്നു. 8 അല്ല 7 ആണ് ഇറക്കി എഴുതേണ്ടത്. ഇവിടെ നിന്ന് കടം വാങ്ങിച്ചല്ലോ. ഇവിടെ നിന്ന് കടം വാങ്ങിച്ചു. അപ്പൊ 57,94 കിട്ടുന്നു. ഇനി നമുക്ക് ഇതിൽ കറക്റ്റ് ആയിട്ട് പോകില്ല. 0 ഒരെണ്ണം ഉണ്ട് മുകളിൽ, താഴേക്ക് ഇറക്കി എഴുതുന്നു. 0 താഴേക്ക് ഇറക്കി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 പ്രാവശ്യമാണ്. അതായത് 2 × 8 16, ബാലൻസ് 1 ഉണ്ട്. ആ 1 ഇവിടെ കൊടുക്കുന്നു. 8 × 0 0, 7 8 56. വീണ്ടും കുറയ്ക്കാം. വീണ്ടും നമുക്ക് 10 ൽ 6 കുറച്ചാൽ 4. ഇവിടെ ബാക്കി 3 ഉള്ളൂ. 3 ൽ 1 പോയാൽ 2 ആണ്. ഇവിടെ 9, ഇവിടെ 1 പോകില്ല. നമുക്ക് മുകളിൽ പോയിന്റ് ഇടാം. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യം പോകും, കൃത്യമായിട്ടല്ല എങ്കിലും. 2 2 × 2 4 0 0 7 14 ഇത്രയും മതി. ഇനിയും വീണ്ടും അത് ബാലൻസ് ചെയ്താൽ ഇനിയും പോകും. കുറെ ഡെസിമൽ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കിട്ടും. ഏകദേശം നമുക്ക് ഇവിടെ നിർത്താം. 38.2 കണ്ടിന്യൂ ചെയ്യും. മീറ്റർ ആണ് നമുക്ക് ആൻസർ കിട്ടുക. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്പ് ആൻഡ് ദ ലൈറ്റ് ഹൗസ്. നോക്കുക, കപ്പലും തന്നിരിക്കുന്ന ലൈറ്റ് ഹൗസും തമ്മിലുള്ള അകലമാണ് നമുക്ക് കിട്ടിയത് 38.2 മീറ്റർ. മീറ്ററിലായിരുന്നു എല്ലാ ചോദ്യവും തന്നിരുന്നത്. ചോദ്യത്തിലെ ബാക്കിയുള്ള ഡിനോമിനേഷൻസ് എല്ലാം മീറ്ററിലാണ്. 1.8 മീറ്റർ ഉയരമുള്ള ആള്. അതുപോലെ ലൈറ്റ് ഹൗസിന്റെ ഉയരവും മീറ്ററിൽ തന്നെയാണ്, 25 മീറ്റർ. അത് ഏതെങ്കിലുമൊക്കെ സെന്റിമീറ്ററിൽ ഉണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് ഏതെങ്കിലും ഒന്നിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയതും മീറ്റർ തന്നെയാണ്, 38.2 മീറ്റർ. കണ്ടല്ലോ. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു, ഫിഗർ വരച്ചു. ആ ഫിഗറിനെ നമ്മൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് എന്തൊക്കെയാണോ കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടെ ഇത് മാത്രമേ കാണാനുള്ളൂ, ഡിസ്റ്റൻസ് ഫ്രം ദ ഷിപ്പ് ടു ദ ലൈറ്റ് ഹൗസ്. അപ്പൊ ഇത് മറ്റൊരു രീതിയിലുള്ള പ്രോബ്ലം ആണ്. നമ്മൾ ട്രിഗണോമെട്രിയിൽ നമുക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, സൈൻ കോസ് ടാൻ ഒക്കെ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ്. മനസ്സിലായി കാണുമല്ലോ. ഇന്ന് നമ്മൾ പഠിച്ച 2 ഡിഫറെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കി പടം വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, നമുക്ക് ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്ത് പടം വരയ്ക്കാനായിട്ട് സ്വന്തമായിട്ട് വരയ്ക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ പ്രോബ്ലമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ദിവസം കാണാം. ബൈ.